ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ റൂട്ട്സ്. ഇപ്പൊ ഒന്നൊരു സൂര്യോദയത്തോടു കൂടി തുടങ്ങാം. നേരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത്. നമ്മളിപ്പം ഊട്ടി റൂട്ടിലാണ് ഉള്ളത്. നാടുകാണിച്ചുരം കഴിഞ്ഞു, കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നാടുകാണിച്ചുരം കഴിഞ്ഞിട്ട് ഈ ഗുഡല്ലൂർ റൂട്ടിൽ പോകുന്ന സമയത്ത് ഒരു ദേവാലഹട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് അവിടേക്കാണ് വിസിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ ഊട്ടി റോഡിൽ പോയി കുടനാടാണ് നമ്മളെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കണ്ടത്. കണ്ട സൂര്യൻ കറക്റ്റ് ഉദിച്ചു വരുന്നത് കണ്ടില്ലേ. ഇപ്പൊ സമയം ഏകദേശം ഒരു 7 മണി ആവുന്നുള്ളൂ. രാവിലെ ഒരു കാലിച്ചായൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇതാണ് നമ്മൾ ദേവാലഹട്ടിക്ക് പോണ റോഡാണ്. നല്ല ഭംഗിയുള്ള റോഡാണ് അത്. വേറെ ട്രാഫിക്കോ വണ്ടികളോ ഒന്നുമില്ല. ഒന്നാമത് സമയം 7 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഒരു 7:30 ആയിട്ടുള്ളൂ ഈ സമയം. നല്ല തേയിലത്തോട്ടത്തിന്റെ നടുക്കൂടുള്ള റോഡ്, വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റുമാണ്. ഇന്നലെയൊക്കെ ഇവിടെ മഴയായിരുന്നു എന്നാണ് പറഞ്ഞത് അവിടുത്തെ ആൾക്കാരെ. ഞങ്ങൾ ചായ കുടിക്കാൻ നടത്തിയപ്പം ഇന്നിപ്പം നല്ല ക്ലൈമറ്റാണ്. ഈ വഴിക്ക് വന്ന് ഫസ്റ്റ് ആയിട്ട് ഒരു വണ്ടി കണ്ടത് ഇത്ര ദൂരം വന്നിട്ട്. ഇത് സൗത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. അത് ശരിക്കും ഒരു ചെറിയൊരു ഗ്രാമം പോലത്തെ സ്ഥലമാണ് തോന്നുന്നു. ഇവിടെ തേയിലത്തോട്ടത്തിന് നടുക്കൊരു അമ്പലമുണ്ട്. നല്ല ഭംഗിയില്ല, ചുറ്റും തേയിലത്തോട്ടം, നടുക്കൊരു അമ്പലം. ദേവീക്ഷേത്രമാണെന്ന് തോന്നുന്നു. രാവിലെ തേയിലത്തോട്ടത്തിലേക്ക് പോണ പണിക്കാരാന്ന് തോന്നണം. തേയില വറക്കാനുള്ള ചാക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. ഇത്ര കാലം കുറെ ഊട്ടി വന്നിട്ട് ഈ സ്ഥലം കണ്ടിട്ടില്ല. അപ്പൊ ഇത് അവൾ പറയുന്നത് കേട്ട് നല്ല സ്ഥലമാണ്, നല്ല വ്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ നല്ല വ്യൂ ഉണ്ട്, നല്ല സ്ഥലം, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താന്ന് വെച്ചാല് തീരെ തിരക്ക് ട്രാഫിക് ഒന്നുമില്ല, നല്ല സ്വസ്ഥമായിട്ട് പോവാം. റോഡ് ചില സ്ഥലത്ത് കുറച്ചൊരു മോശം ഉണ്ടെന്നുള്ളൂ, ബാക്കി വലിയ കുഴപ്പമില്ല. ഞങ്ങൾ പിന്നെ 2 വീലറിലാണെന്ന് യാത്ര. നല്ല ക്ലൈമറ്റ് ആയിട്ട് വേറെ പ്രശ്നമില്ലാതെ വേറൊരു അമ്പലം വരുന്നുണ്ട്. നല്ല ചെറിയതാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ അമ്പലമൊക്കെ. അവിടുത്തെ നല്ല പെയിന്റിങ്ങും കാര്യമായിട്ട്. ഇവിടേക്കുള്ള യാത്രന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് തേയിലത്തോട്ടം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറമൊക്കെ കാണുന്നത് ഫോറസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നല്ല കുന്നുകളുടെ നേരെ കാണുന്ന കുന്ന് കണ്ടോ, അതാണ് പല റീൽസിൽ കാണില്ല. ഇപ്പൊ അത് ഏകദേശം മഴക്കാലം കഴിഞ്ഞാൽ, മൺസൂണിൽ വന്നു കഴിഞ്ഞാലാണ് ആ കുന്നൊക്കെ ഫുൾ പച്ചപ്പായിട്ടുണ്ടാവും. ഇവിടെ നേരത്തെ ചാടി കയറത്തെ ആളുകൾ പറഞ്ഞ ശ്രദ്ധിച്ചു പോണം. ആന ഉണ്ട്, മെയിനായിട്ട് കരടി ഉണ്ട് എന്നാ പറഞ്ഞത് ഈ സ്ഥലത്ത്. ഇന്നിപ്പോ ഞങ്ങള് ഇതിപ്പോ തിങ്കളാഴ്ചയാണ് വരുന്നത്. ഇപ്പൊ അതായത് വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ടാണോ അറിയില്ല, തീരെ ടൂറിസ്റ്റ് പോലത്തെ ആളുകൾ ആരും കാണുന്നില്ല ഇപ്പൊ. ദൂരം മലകളൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് തേയിലത്തോട്ടത്തിന്റെ പോയിട്ട്.
പിന്നെ പോകുമ്പോൾ നല്ല സ്ഥലം കണ്ടപ്പോൾ ഒന്ന് നിർത്തി വീഡിയോ എടുത്തായിരുന്നു. കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൂരെ കണ്ട ഫോറസ്റ്റ് ആണ് ദൂരെ കാണുന്നതൊക്കെ. നല്ല ഭംഗിയുണ്ടാവും. ഇപ്പൊ തേയിലത്തോട്ടം കഴിഞ്ഞ് നേരെ ദൂരെ കാണുന്ന ഫുള്ള് മലകള്. ഞങ്ങൾ നേരത്തെ നിർത്തിയോടത്ത് പോകുന്നതെന്താ വെച്ചാല് അവിടെ കരടിയുടെ സൗണ്ട് ഉണ്ട്. അപ്പൊ ഒരാള് പറഞ്ഞു കരടി വരുന്നുണ്ടാവും, ഇവിടെ നിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം പോന്നതാ. ഇപ്പൊ ദേവാലയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു നേരെ പോന്നു. നമ്മളിപ്പോ ഗൂഡല്ലൂർ ഊട്ടി റോഡ് യുക്കാലി ഫോറസ്റ്റിന്റെ നടുക്കൂടെയാണ് പോകുന്നത്. അപ്പൊ നല്ല ഭംഗിയുണ്ട്. അവിടെ ഇതിലെ പോകുമ്പോൾ നല്ല യൂക്കാലിപ്സിന്റെ മണം. ഈ വഴിയിലിപ്പോ നമ്മളൊരു വ്യൂ പോയിന്റ് ഉണ്ട്, നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ആണെന്ന് പറയാം. ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ഇതിന്റെ മുന്നേ പോയതാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അവിടെ ഇപ്പൊ കാണാത്തവർക്കെല്ലാം കാണല്ലോ. ഇവിടെ റോഡ് കുറച്ച് മോശമാണ്, ഇങ്ങനെ ഇളകി ഇളകി കളിക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. ഇതാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. നല്ല ചെറിയൊരു വഴി നേരെ പോകും. നല്ല ക്ലൈമറ്റ് ആണ് ഇന്ന് എല്ലായിടത്തിലും. ഇപ്പൊ നമ്മൾ നേരത്തെ പോയ ഇടത്തിനും ഇവിടെ വരുമ്പോഴൊക്കെ ഓവർ തണുപ്പും ഇല്ല, അതൊരു മെയിനായിട്ട് മഴയില്ല. ഇന്നലെ എല്ലാം മഴ ഉണ്ടായിരുന്നതാണ്. മഴയാണെങ്കിൽ വളരെ ഒരു ഭംഗിയൊക്കെ പോവും. മഴ ഉണ്ടെങ്കിൽ വേറെ ഭംഗിയുണ്ട്, പക്ഷെ നമുക്ക് ഇതേപോലെ വീഡിയോ എടുത്ത് പോകാനൊന്നും പറ്റില്ല. നീഡിൽ റോക്ക് ഈ വ്യൂ പോയിന്റ് നോക്കിയാൽ താഴെ ഗൂഡല്ലൂർ എല്ലാം കാണാവുന്നത്. അപ്പൊ ഗൂഡല്ലൂർ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പറയാൻ പറ്റാ, ഇന്നിപ്പോ എൻ്റെ കൂടെ വൈഫുണ്ട്, സജിന. അത് മേലെ ഞാൻ ആദ്യം എന്താ വെച്ചാൽ വരയാടാന്ന് ചോദിച്ചത്. അതല്ലത് ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ച മേലെ. നല്ലൊരു മരം, ഒരു സൂയിസൈഡ് പോയിന്റ് പോലത്തെ സ്ഥലം അല്ലേ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ആ താഴെ കാണുന്നതെല്ലാം ഫോറസ്റ്റ് ആട്ടോ. ഇവിടെ വൈകുന്നേരം ആയാലും ഈ സ്ഥലത്ത് ആന ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഒരു ദിവസം വരുന്ന സമയത്ത് വൈകിട്ട് ഊട്ടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കയറിയ സമയത്ത് പറഞ്ഞിരുന്നു വൈകിട്ട് ആന വരും. ഇവിടുത്തെ വാച്ച്മാൻ ഉണ്ടായിരുന്ന ആള്. അതാ സജിന നടന്നു വരുന്നത്. അവളെ എന്റെ കാട് മുന്നേ അവിടെ പോയി വന്ന. നല്ല ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെയാ പറയുന്നത്. ആ താഴെ കാണുന്നുണ്ടല്ലോ, അത് ഗൂഡല്ലൂർ ടൗൺ ആണ് കേട്ടോ. ആ നേരെ താഴെ നോക്കിയാ കാണാം. നമ്മൾ ഇതിലെ നേരെ പോകാൻ നടന്നു പോയതല്ല. നല്ല ഭംഗിയുള്ള പൂക്കൾ, എന്ത് പൂവാ അറിയില്ല, നല്ല മഞ്ഞ കളറുള്ള പൂവ്. കണ്ടപ്പോ ഒന്ന് എടുത്തു നോക്കിയ ഇതൊരു ചെറിയ പൂവ്, അരിപ്പൂ പോലത്തെ ഒരു പൂവ്. ഇപ്പൊ നീഡൽ റോക്കിൽ ഇറങ്ങി ഈ ചുരം കയറി ഇങ്ങോട്ടൊക്കെ പോകണമെന്ന് നിർത്തിയതാണ്. ആ താഴെ കാണുന്നുണ്ട്, സൂം ചെയ്ത് കാണുന്നത്, അതാണ് ഇപ്പൊ നമ്മൾ പോയ സ്ഥലം, നീഡൽ റോക്ക് വ്യൂ പോയിന്റ്. ആ ചെറിയ വഴിയൊക്കെ കണ്ടില്ലേ, മേലെ അതാ വ്യൂ പോയിന്റ് ഒരു ചെറിയ കൂടാരം. അപ്പൊ അവിടുന്ന് ഇറങ്ങി ഒരു 3-4 വളവ്, ചുരത്തിന് 3-4 വളവ് കഴിഞ്ഞപ്പോ കാണുന്നത്. ഇതുകൊണ്ട് ഉരുളക്കിഴങ്ങിന്റെ തോട്ടം. ഞങ്ങളിപ്പോ പോണ വഴിക്ക് ഇങ്ങനെ താഴെന്തോ വർക്കെടുക്കുന്നുണ്ട് നോക്കിയതാ. താഴെ നിന്ന് വണ്ടി നിർത്തി ഇറങ്ങി നോക്കിയപ്പോ ഉരുളക്കിഴങ്ങ് വിളവെടുക്കാണ്.
ചേച്ചിമാരത് ഉരുളക്കിഴങ്ങ് പെറുക്കിയിടുന്നുണ്ടല്ലേ. ഇവിടെ നിന്നൊക്കെയാണ് നമ്മളെ നാട്ടിലേക്ക് പച്ചക്കറിയൊക്കെ വരുന്നത്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. താഴെ ഇറങ്ങി ചോദിച്ചൊക്കെ കിട്ടുമോന്ന്. കിട്ടുകയാണെങ്കിൽ കുറച്ച് വാങ്ങി കയ്യിലൊക്കെ അല്ലോ. ഫ്രഷ് നമ്മളെ നാട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള സാധനം മേടിച്ചിട്ടുണ്ടാവല്ലോ. പിക്കാസ് കൊണ്ട് സുഖമായിട്ട് വേറെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എടുക്കുന്നത്. പെറുക്കി മണ്ണ് മാന്തുക, പെറുക്കുക, ഇടുക. ഓ ചേച്ചിമാരുണ്ടോ? എല്ലാ ചേച്ചിമാരും അതാ ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് താഴെ തന്നെ ഉണ്ടോ. ഇതാണ് നമ്മളവിടെ ഈ സ്ഥലം നോക്കി നടത്തുന്ന ആളാണ്. മൂപ്പരോട് ചോദിച്ചോ എന്താ പറഞ്ഞ വെച്ചാല് ഉരുളക്കിഴങ്ങ് ഫുള്ള് കച്ചവടമായി പോയി. ഇപ്പൊ ഉരുളക്കിഴങ്ങില്ല, ക്യാരറ്റിന്റെ അപ്പുറം കൃഷി ചെയ്യുന്ന വിളവെടുക്കാനായിട്ടുണ്ട്. നാളെ വരുന്നാൾ എടുക്കും. അപ്പൊ അത് വേണമെങ്കിൽ തരാറിനിട്ട് മൂപ്പര് കൂട്ടിക്കൊണ്ടുപോവാണ്. इधर के सब लगे है, इधर सब पोटैटो ही था, निकल गया पूरा। वो अभी क्या है ना, वो हमारा जो सेट है ना, കുറെ ക്യാരറ്റ് വിളവെടുത്ത് കഴിഞ്ഞതാണ്. കുറെ ബാക്കി ടച്ച് ചെയ്യുന്നുണ്ട്. അതല്ലേ അവിടെ എന്താ ഇവിടെ ടച്ച് പോയതായിരിക്കും. इधर सब का ले गया, ये सब ले गया इधर का वेस्ट है ये। हाँ 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 എന്താ സംഭവം വെച്ചാൽ അത് കേട് കയറട്ടാകുമ്പല്ലേ, അതാണൊരു പൊട്ടുണ്ടാവും സാധനത്തിനൊക്കെ. അപ്പൊ അതൊന്നും അവർ എടുക്കില്ല, അത് ഒഴിവാക്കിയിടുന്നാവും മൂപ്പര് പറഞ്ഞത്. ഇത് എങ്ങോട്ടാ പോണത്? കുറെ നേരമായാലും മൂപ്പരോടെ നടക്കുന്നത്. ഇത് അവസാനം എത്തി മൂപ്പരത് നമുക്കത് ക്യാരറ്റ് പറിച്ചിരുന്ന. ഓ നല്ല ഫ്രഷ് ക്യാരറ്റ് അല്ല നമുക്ക്. ये अभी तो कितना हो गया होगा? अभी तो कितना महीना हो गया ये? इसका 4 महीना हो गया। 4 महीना हो गया। 4 മാസമായി നട്ടിട്ട്. ഇപ്പൊ 4 മാസം കഴിഞ്ഞിട്ടാണ് വിളവെടുക്കാൻ നമുക്കിപ്പോ പറഞ്ഞത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ 4 മാസം പോലെ സമയം. ഇവര് പറിച്ചെന്നപ്പോ ഞാനൊന്ന് പറിച്ചോട്ടെ ചോദിച്ചാ അവിടുന്ന്. അപ്പൊ പറിച്ചോളാൻ പറഞ്ഞു. നല്ല ഉറപ്പുണ്ടത്. നല്ല ഫ്രഷ് ക്യാരറ്റ്. അതാ ഞാനും പറിച്ചു. മൂപ്പര് പേര് റിയാസ് എന്നാണ്. ഛത്തീസ്ഗഡിലാണ് സ്ഥലം. നമ്മളതൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ അതാ പോണ വഴിക്ക് പൈക്കര വാട്ടർഫോൾസ് അവിടെ എത്തി. ഇവിടെ വലിയ ഒരാൾക്ക് 30 രൂപ ടിക്കറ്റിനു, കുട്ടികൾക്ക് 10 രൂപയാണ്. നല്ല ഭംഗിയുണ്ട് സ്ഥലം. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മേഘമൊക്കെ ആയിട്ട്. ഇതൊക്കെ വലിയ റഷ് ഇല്ല. നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു സ്ഥലവും. 8:30 മുതൽ 5:30 വരെ ടൈം. സച്ചിനതാ നടന്നു വരുന്ന. ഹായ്. ഇതാണ് നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ സ്റ്റാർട്ടിങ്. വെള്ളം കുറവാണ് മഴക്കാലം ഇല്ലാത്തതുകൊണ്ട്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഈ പൈക്കര വാട്ടർഫോൾസിൽ വരുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ വ്യൂ. വെള്ളം കുറവായതുകൊണ്ടല്ലോ. വെള്ളം ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഇതിനും നല്ല ഭംഗി ഉണ്ടാകുന്നതാണ് പറഞ്ഞത് കാണാൻ. ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതിനും നല്ല ഭംഗി ഉണ്ടായിരുന്നു.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ നെക്സ്റ്റ് വിശേഷങ്ങളെല്ലാം വരിക. നമ്മൾ നേരെ ഇനി പോകുന്നത് കൊടനാടേക്കാണ്. കൊടനാടാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അവിടെ നമ്മളൊരു കോട്ടേജൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഭംഗിയുള്ള കോട്ടേജാണ്, ഫുൾ സൈലന്റ് ഏരിയ. അപ്പം അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത് നമ്മൾ കൊടനാടുള്ള മെയിൻ ഏരിയയിലെല്ലാം പോകുന്നുണ്ട്. അതിന് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, നമ്മളൊരു കൂക്കൽത്തുറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. അതായത് ഊട്ടിയിലൊരു മെയിൻ കൃഷി സ്ഥലമാണ്. ഒരു 5000 ഏക്കറോളം മൊത്തം കൃഷിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് നേരിട്ട് കാണാം അടുത്തൊരു വീഡിയോയിൽ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, അടുത്ത വീഡിയോയിൽ മുഴുവൻ പോണ വഴിയിലെല്ലാം കാട്ടികളായിരുന്നു, കാട്ടുപോത്ത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കാണുന്നവരെ എല്ലാവർക്കും ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.